കവിയൂർ പൊന്നമ്മ ഒരുപക്ഷെ മലയാളത്തിൻ്റെ സ്വന്തം അമ്മ. നസീർ മുതൽ മമ്മൂട്ടി വരെ, അതല്ലെങ്കിൽ പൃഥ്വിരാജ് അടക്കമുള്ള എല്ലാ മുൻനിര നായകന്മാരുടെയും അമ്മയായി വേഷം കെട്ടിയ മലയാളത്തിൻ്റെ സ്വന്തം കവിയൂർ പൊന്നമ്മ ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങിയപ്പോൾ സ്വന്തം മകൾ അവിടെ എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമ്മയ്ക്കരികെ പൊട്ടിക്കരിയുന്ന മകൾ എന്ന രീതിയിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങളൊന്നും തന്നെ അത് സ്വന്തം മകളായ ബിന്ദുവിൻ്റെതല്ല. മറിച്ച് കവിയൂർ പൊന്നമ്മയുടെ അനുജത്തിയുടെ മകളുടെ ചിത്രമാണ് ഇതൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. എന്തു തന്നെയായാലും സ്വന്തം മകളായ ബിന്ദു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്ന് വരികയും ഇവരെ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ മരണസമയത്ത് അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിമർശനങ്ങളും അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും മലയാള സിനിമയിലെ ഒട്ടുമിക്ക നായക നടന്മാരും ആ അമ്മയ്ക്ക് അരികിലെത്തുകയും പൊട്ടിക്കരിയുകയും വളരെ വിഷമിക്കുകയും ചെയ്തിരുന്നു. എന്തു തന്നെയായാലും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എങ്കിലും സ്വന്തം മകൾ ഇല്ലാത്തതിന്റെ വേദന ഒരുപക്ഷെ ഒരിക്കലും തന്നെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കണമെന്നില്ല. കാരണം സ്വന്തം മക്കൾ ഉയർച്ചയിലെത്തണം എന്നാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് അവരെ ഉയരത്തിലെത്തിച്ചതിന് ശേഷം ഒരുപക്ഷെ കാണാമറിയത്ത് നല്ല നിലയിൽ ജീവിക്കുമ്പോൾ അവർക്ക് സ്വന്തം വീട്ടുകാരെയോ അമ്മയോ ചിലപ്പോൾ ഓർക്കാൻ കഴിയണമെന്നില്ല. ഓർത്താൽ തന്നെ ചിലപ്പോൾ വിചാരിക്കുന്ന സമയത്ത് ഇവരോടൊപ്പം എത്തണമെന്നോ തൻ്റെ അമ്മ തൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇവരോടൊത്ത് കഴിയണമെന്നും ഒന്നും തന്നെ അവർക്ക് സാധിക്കണമെന്നില്ല. ചില ആളുകളൊക്കെ തൻ്റെ കരിയറിനെ മാത്രം സ്നേഹിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന പരിഗണന ഒന്നും തന്നെ നൽകാറില്ല. ഒരുപക്ഷെ മലയാളത്തിൻ്റെ കരുത്തുറ്റ നായക നടന്മാരൊക്കെയും തന്നെ ഒരുപാട് തിരക്കുകൾക്കിടയിലും അതൊക്കെ ഉപേക്ഷിച്ച് തിരശീലയിലെ തൻ്റെ അമ്മയെ കാണാൻ എത്തിയപ്പോൾ സ്വന്തം മകൾ വരാത്തതിൻ്റെ കാരണം ഒരിക്കലും തന്നെ എത്ര വലുതാണെങ്കിലും ആർക്കും തന്നെ അത് ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. അതിലുമുപരി തന്നെ വേണ്ടുവോളം സ്നേഹം നൽകിയിട്ടില്ല എന്ന രീതിയിൽ ഈ മകൾ തന്നെ ഈ അമ്മയ്ക്കെതിരെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നു. സിനിമയിൽ സ്നേഹനിധിയായ ഈ അമ്മയ്ക്ക് ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും കൈപ്പേറിയ അനുഭവം തന്നെയായിരുന്നു. തൻ്റെ ഭർത്താവ് തൊട്ട് തൻ്റെ ജീവിതം മുഴുവനും പലതരത്തിലുള്ള ആകുലതകളും വ്യാപലാതികളും ഉണ്ടായിരുന്ന ജീവിതമായിരുന്നു ഈ അമ്മയുടേത്. കാരണം അത്രയ്ക്കും സ്നേഹസമ്പന്നരായ മക്കളൊന്നും തന്നെ ആയിരുന്നില്ല ഈ അമ്മയ്ക്ക് ഉള്ളത് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവസാന കാലത്ത് സ്വന്തം മകളുടെ സാമീപ്യം പോലും ഇവർക്ക് ലഭിക്കാതെ പോയത്. ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അമ്മ സങ്കല്പം എന്ന് പറയുമ്പോൾ ആദ്യം കയറി വരുന്ന മുഖം തന്നെ ഇവരുടേതാണ്. ഒരു മകൻ അമ്മ ബന്ധം എങ്ങനെയുള്ളതായിരിക്കണം എന്നതൊക്കെയും തന്നെ പല സിനിമകളിലൂടെയും ഇവർ തന്നെ നമുക്ക് കാണിച്ചു തന്നതാണ്. അതിലുമുപരി സ്നേഹസംബന്ധിയായ മക്കളെ സ്നേഹിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്ന പവിത്രയായ ഭാര്യയുടെ പല രൂപവും ഇവരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെയും തന്നെ ഇവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതൊക്കെയും തന്നെ ഇവരുടെ കഴിവ് കേടുകൊണ്ടാണെന്ന് ഒരിക്കലും തന്നെ പറയാൻ സാധിക്കുകയില്ല. കാരണം ഭർത്താവിനെ കുറിച്ച് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായാലും മലയാളികളുടെ മനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കും ഈ അമ്മ.